ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 73,449 പേരാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസം മഴയെ തുടർന്ന് അടച്ച പരമ്പരാഗത കാനനപാത ഇന്ന് വീണ്ടും തുറക്കും. അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. അഖിൽ, നമസ്തേ, സ്വാമി ശരണം. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഈ പുലർവേളയിലും വലിയൊരു ഭക്തജന തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ആയതിനെ തുടർന്ന്, ശക്തമായ മഴയെ തുടർന്ന് കാനനപാത അടച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് തുറക്കുമെന്നും പറയുന്നുണ്ട്. രജനി, നമസ്തേ, സ്വാമി ശരണം. എന്തായാലും ഇന്നും ശബരിമലയിൽ അതീവ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്തിന്റെ കൊടിമര ചുവട്ടിലാണ്. അവിടെ നിന്ന് താഴേക്ക് 18-ാം പടിയുടെ താഴേക്ക് നോക്കിയാൽ ആഴിക്ക് സമീപം ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങളെ കാണാൻ സാധിക്കും. ഘട്ടം ഘട്ടമായിട്ടാണ് ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരെ കയറ്റിവിടുന്നത്. കാരണം ദർശനത്തിലേക്ക് ഒരു അയ്യപ്പ ഭക്തനും തടസ്സമുണ്ടാകാതെ ക്രമീകരിച്ചു പോകുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ ആഴിക്ക് സമീപം വലിയ നടപ്പന്തലിൽ നിന്നും 18-ാം പടിയുടെ താഴെ ക്യൂ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നും 18-ാം പടി കയറി തത്വമസി പൊരുളായ അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി കൊടിമര ചുവട്ടിലേക്ക് എത്തും. അവിടെ നിന്നാണ് പിന്നീട് അയ്യപ്പ ഭക്തന്മാർ ഫ്ലൈ ഓവർ വഴി കറങ്ങി ഇവിടെ ഈ അമ്പലത്തിന്റെ സൈഡിലേക്ക് എത്തുന്നത്. നമുക്ക് കാണുന്നത് പോലെ തന്നെ ഫ്ലൈ ഓവറിൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവാത്ത വിധമുള്ള ഒരു തിരക്ക് ഇന്ന് ഫ്ലൈ ഓവറിൽ ഉണ്ട്. ഇന്ന് രാവിലെ 3 മണിക്ക് നട തുറന്ന് 7 മണിയുടെ കണക്ക് വരുമ്പോൾ തന്നെ ഏകദേശം 25,000 അയ്യപ്പ ഭക്തർ ഇന്ന് ദർശനം നടത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മഴ മാറി നിന്ന ദിവസമാണ്. കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ച മഴ ഇന്നലെയാണ് ഒന്ന് മാറി നിന്നത്. അപ്പോൾ ഇന്നലെ 73,449 അയ്യപ്പ ഭക്തരാണ് ഇന്നലെ ദർശനത്തിലേക്ക് എത്തിയത്. അത് സ്പോട്ട് ബുക്കിംഗ് വഴിയും വെർച്വൽ ക്യൂ വഴിയും ഒക്കെ തന്നെ ദർശനം നടത്തിയ അയ്യപ്പ ഭക്തരാണ്. മാളികപ്പുറങ്ങൾ അടക്കമുള്ളവരാണ് ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ കാണുന്നത് പോലെ തന്നെ അമ്പലത്തിന് പുറകിലൂടെ കടന്നു വരുന്ന ഫ്ലൈ ഓവറിലടക്കം ഭക്തജനങ്ങൾ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മഴ മാറിയതും അതുപോലെ തന്നെ അവധിയിലേക്ക് പ്രവേശിക്കുന്നതുമായ കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഭക്തജനക്ക് ഉണ്ടാകുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ആരംഭിച്ച തിരക്കിന്റെ ഭാഗമായിട്ടാണ് ഈ കാനനപാത അടച്ചിരുന്നത്. പരമ്പരാഗതമായ കാനനപാത, അതായത് അഴുതക്കാടിൽ നിന്നും പമ്പയിലേക്കുള്ള കാനനപാത അടച്ചിരുന്നത്. ആ കാനനപാത ഇപ്പോൾ തുറന്നു നൽകുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആദ്യത്തെ മഴ മുന്നറിയിപ്പ് വന്നതിനു പിന്നാലെ തന്നെ അത് തുറന്നു നൽകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം എരുമേലി വഴിയുള്ള അതുപോലെ തന്നെ മറ്റു പരമ്പരാഗതമായ കാനനപാതകളിലൂടെ കടന്നു വരുന്ന പ്രദേശങ്ങളിലൊക്കെ നേരത്തെ മഴ കാരണം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അത് അടച്ചിരുന്നത്. അപ്പോൾ അത് തുറന്ന് ഭക്തജനങ്ങളെ കൂടുതലായിട്ട് സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ പോലീസ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി ഇന്ന് നല്ല ഭക്തജന തിരക്ക് രാവിലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി ചിലപ്പോൾ ഭക്തജന തിരക്ക് ചിലപ്പോൾ കുറച്ചു കുറഞ്ഞേൽക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. രാവിലെ, കാരണം ഇന്നലെ രാത്രി മല കയറി എത്തുന്ന അയ്യപ്പ ഭക്തരൊക്കെ തന്നെ ഈ വലിയമ്പലത്തിന് സൈഡിലേക്ക് കാത്തു നിൽക്കാറുണ്ട്. അവർ പുലർച്ചെയാണ് തിരിച്ചു മല കയറി എത്തുന്നത്. അപ്പോൾ അങ്ങനെ പുലർച്ചെ മല കയറി എത്തിയാൽ മാത്രമേ അഭിഷേകം കഴിച്ചവർക്ക് ഇറങ്ങാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരൊക്കെ വലിയമ്പലത്തിന് സൈഡിൽ വിരിവെച്ച് നിൽക്കാറാണ് പതിവ്. അതുകൊണ്ടായിരിക്കണം രാവിലെ ഇത്തരത്തിലൊരു ഭക്തജന തിരക്ക് ഉണ്ടാകുന്നത്. ഉച്ചയോടുകൂടി ചിലപ്പോൾ ഇത് കുറയുന്നത് സാധ്യതയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധ്യതയുണ്ടായത്. അതുകൊണ്ട് എന്തായാലും ഭക്തജന തിരക്ക് ക്രമാതീതമായി കൂടുകയും കുറയുകയും ചെയ്താണ് ഈ കഴിഞ്ഞ 2 ദിവസമായി ശബരിമല സന്നിധാനത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി, ഹരിഹരസുധനായ പൊന്നമ്പലവാസനെ കാണുന്നതിലേക്ക് വേണ്ടി ഭക്തജനങ്ങൾ എത്തുന്നു എന്നത് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വാർത്തയാണ്. രജനി, ശരി. അയ്യന്റെ സന്നിധിയിലേക്ക് ഭക്തരുടെ ഒഴുക്ക് തന്നെയാണ് ഈ പുലർക്കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അഖിൽ പാലോട്ടുമഠം.